ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുട്ടികൾക്കെല്ലാം വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ക്രിസ്പി സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വളരെ ഈസിയായി പെട്ടെന്ന് തന്നെ വീട്ടിൽ വെച്ച് നമുക്കിത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. വൈകുന്നേരത്തെ ചായക്കൊപ്പം കഴിക്കാൻ പറ്റിയ വളരെ നല്ലൊരു ക്രിസ്പി സ്നാക്കാണിത്. മൈ നെയിം ഈസ് ഷാജഹാൻ കരീം. ടേസ്റ്റ് ഓഫ് ബെസ്റ്റ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് കിടക്കാം. ഈ സ്നാക്ക് ഉണ്ടാക്കാൻ ആദ്യമായി നല്ല വലിപ്പമുള്ള ഒരു മുട്ട ഇതുപോലെ ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിക്കുക. മുട്ട എടുക്കുമ്പോൾ നല്ല വലിപ്പമുള്ള മുട്ട തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയും ആയിരിക്കണം. അടുത്തതായി 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് 1/2 ടീസ്പൂൺ ആക്റ്റീവ് ഇൻസ്റ്റന്റ് ഈസ്റ്റ് ആണ്. അതുകൂടി ചേർത്ത് കൊടുക്കാം. ഇവയെല്ലാം ഒരു വിസ്ക് ഉപയോഗിച്ച് നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. ഇനി ഇതിലേക്ക് വേണ്ടത് 90 ഗ്രാം മൈദയാണ്, അഥവാ 1/2 കപ്പും 2.5 ടേബിൾ സ്പൂണും. ഒരു സ്പൂണ് കൊണ്ടോ അല്ലെങ്കിൽ ഒരു വിസ്ക് കൊണ്ടോ ഇവയെല്ലാം നന്നായി ഒന്ന് യോജിപ്പിക്കുക. ഈ ഒരു പരുവത്തിൽ ഇനി നമുക്ക് കൈകൊണ്ട് കുഴച്ചെടുക്കാം. കുഴയ്ക്കുന്ന സമയത്ത് മാവ് നല്ല ടൈറ്റായി തോന്നുകയാണെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ വെള്ളം ചേർക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. കൈകൊണ്ട് കുഴച്ച് മാവ് ഈ ഒരു പരുവമാവുമ്പോൾ ഇനി ബൗളിൽ നിന്ന് മാറ്റി ഇനി ടേബിൾ ടോപ്പിലിട്ട് കുഴച്ചെടുക്കണം. ടേബിൾ ടോപ്പിലിട്ട് കുഴയ്ക്കുന്ന സമയത്ത് എക്സ്ട്രാ ഓയിലോ മൈദയൊന്നും ആഡ് ചെയ്യരുത്. കാരണം മാവ് നല്ല ടൈറ്റ് ആയതുകൊണ്ട് ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് വളരെ കുറവാണ്. ചുരുങ്ങിയത് ഒരു 5 മിനിറ്റെങ്കിലും നന്നായി ഇതുപോലെ കുഴച്ചെടുക്കുക. നന്നായി കുഴച്ച് മാവ് നല്ല സോഫ്റ്റ് ആയി കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ബോൾ ഷേപ്പിലേക്ക് മാറ്റിയെടുക്കുക. ഈ മാവിനെ ഒരു ബൗളിലേക്ക് വെച്ച് നന്നായി കവർ ചെയ്ത് ചുരുങ്ങിയത് ഒരു അരമണിക്കൂറെങ്കിലും ചൂടുള്ള സ്ഥലത്ത് സൂക്ഷിക്കുക. അരമണിക്കൂറായിട്ടുണ്ട്. ഞാനുണ്ടാക്കിയ മാവ് ഫെർമെൻ്റായി വന്നിട്ടുണ്ട്. കാലാവസ്ഥ മാറുന്നതനുസരിച്ച് ഈ ഫെർമെൻറ്റേഷൻ്റെ ടൈമിലും വ്യത്യാസമുണ്ടാവും. ഈ മാവ് നമുക്കിനി ഒരു ചപ്പാത്തിയുടെ കനത്തിൽ പരത്തിയെടുക്കേണ്ടതുണ്ട്. അതിനായി ടേബിൾ ടോപ്പിൽ മൈദ വിതറി കൊടുക്കുക. കൈകൊണ്ട് ഇതുപോലെ നന്നായി ഒന്ന് പരത്തി കൊടുത്ത ശേഷം റോളർ ഉപയോഗിച്ച് പതിയെ ഒരു ചപ്പാത്തിയുടെ കനത്തിൽ പരത്തിയെടുക്കുക. മാവ് പരത്തിയെടുക്കുന്ന സമയത്തിൽ റോളറിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ കുറച്ച് മൈദ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. മാവിന്റെ നടുഭാഗവും വശങ്ങളുമെല്ലാം ഒരേ കനത്തിൽ വേണം പരത്തിയെടുക്കാൻ. ഞാൻ ഇതുപോലെ നല്ല റൗണ്ട് ഷേപ്പിൽ ഒരു ചപ്പാത്തിയുടെ കനത്തിൽ പരത്തിയെടുത്തിട്ടുണ്ട്. ഈ സമയത്ത് അടികട്ടിയുള്ള ഒരു പാത്രമെടുത്ത് ഓയിൽ ചൂടാക്കാനായി വയ്ക്കുക. നമ്മൾ മാവ് ഹാർട്ടിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുന്ന സമയം കൊണ്ട് ഓയിൽ ചൂടായി വന്നോളും. ഞാനിവിടെ ഈ ഹാർട്ടിൻ്റെ ഷേപ്പിലുള്ള മോൾഡാണ് മാവ് കട്ട് ചെയ്തെടുക്കാനായി ഉപയോഗിച്ചിരിക്കുന്നത്. ഈ മോൾഡ് മാവിൻ്റെ മുകളിൽ വെച്ച ശേഷം കൈകൊണ്ട് പ്രസ് ചെയ്ത് ചെറുതായി ഒന്ന് താഴേക്ക് മുകളിലേക്ക് നീക്കി കൊടുക്കുക. ഇങ്ങനെ ചെയ്താൽ പെട്ടെന്ന് തന്നെ മാവ് ഈ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിവിടെ തന്നിട്ടുള്ള ക്വാണ്ടിറ്റിയിലുള്ള ഇൻഗ്രീഡിയൻസ് ഇതുപോലെ പരത്തിയെടുക്കുകയാണെങ്കിൽ 14 ഹാർട്ട് ഷേപ്പിലുള്ള സ്നാക്സ് നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി ഈ ബാക്കി വരുന്ന മാവ് എടുത്ത് നന്നായി കുഴച്ച് ഇതുപോലെ തന്നെ നന്നായി പരത്തിയെടുക്കുകയാണെങ്കിൽ ഒരു 5 സ്നാക്ക് കൂടി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അങ്ങനെ ടോട്ടൽ ഒരു 19 എണ്ണം നമുക്ക് ലഭിക്കുന്നതാണ്. ഈ സമയത്ത് ഓയിൽ ചൂടായി വന്നിട്ടുണ്ടാവും. നമുക്കിനി ഫ്രൈ ചെയ്തെടുക്കാം. ഫ്ലെയിം ഒരു ലോ ടു മീഡിയത്തിൽ സെറ്റ് ചെയ്താണ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. 2 ഭാഗവും നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെയും തിരിച്ചും മറിച്ചും ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഇടയ്ക്കിടയ്ക്ക് തിരിച്ചും മറിച്ചും ഇട്ട് ഗോൾഡൻ കളർ ആക്കി എടുക്കുക. ഈ സ്നാക്ക് വളരെ പെട്ടെന്ന് തന്നെ ബ്രൗൺ കളറായി വരുന്നതാണ്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് മറിച്ചിട്ട് കൊടുക്കാൻ മറക്കരുത്. ഇതുപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആയി കിട്ടുന്ന സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ബാക്കിയുള്ള സ്നാക്ക് കൂടി ഞാൻ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇങ്ങനെ ഫ്രൈ ചെയ്തെടുത്ത ഈ സ്നാക്കിനെ നമുക്ക് പഞ്ചസാര കൊണ്ടൊന്ന് കോട്ട് ചെയ്തെടുക്കേണ്ടതുണ്ട്. ആ പഞ്ചസാര മിക്സ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. നിങ്ങൾക്ക് കാണാം, ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്ത സ്നാക്ക് നല്ല ക്രിസ്പിയായി നല്ല ഗോൾഡൻ ബ്രൗൺ കളറിൽ നല്ല പഫിയായി കിട്ടിയിട്ടുണ്ട്. ഷുഗർ മിക്സ് ഉണ്ടാക്കാൻ നമ്മൾക്ക് ആവശ്യമായുള്ളത് 110 ഗ്രാം ഷുഗർ പൗഡറാണ്, അഥവാ 1/2 കപ്പും 3 ടേബിൾ സ്പൂണും. ഈ ഷുഗർ പൗഡർ ഒരു ബൗളിലേക്ക് എടുത്ത ശേഷം 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ച് ഒരു വിസ്ക് കൊണ്ടോ അല്ലെങ്കിൽ ഒരു സ്പൂൺ കൊണ്ടോ നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ സ്നാക്കും ഇതിലിട്ട് നന്നായി കോട്ട് ചെയ്തെടുക്കുക. ഷുഗർ മിക്സ് ഈ സ്നാക്കിന്റെ എല്ലാ ഭാഗത്തും നന്നായി മുക്കിയെടുത്ത ശേഷം ഇതുപോലെ ഒരു സ്റ്റീലിന്റെ സ്റ്റാൻഡിലാണ് ഞാനിത് ഡ്രൈ ആവാനായി വെക്കുന്നത്. ചുരുങ്ങിയത് ഒരു അരമണിക്കൂറെങ്കിലും ഇതിങ്ങനെ ഡ്രൈ ആവാനായി വെക്കണം.
എന്നാൽ മാത്രമേ നല്ല ക്രിസ്പിയായി കിട്ടുകയുള്ളൂ. നമ്മളിങ്ങനെ ഈ സ്നാക്ക് ഈ സ്റ്റീലിന്റെ നെറ്റിൽ ഇങ്ങനെ വെക്കാനുള്ള കാരണം എക്സസ് ഉള്ള ഷുഗർ സിറപ്പ് എല്ലാം ഒഴുകി താഴേക്ക് വന്ന് ആവശ്യത്തിനുള്ള ഷുഗർ മാത്രമേ ഈ സ്നാക്കിൽ പിടിക്കുകയുള്ളൂ. വേണമെങ്കിൽ ഒരു ഭംഗിക്ക് വേണ്ടി ഷുഗർ സിറപ്പിൽ മുക്കിയ ഉടനെ തന്നെ കളറുള്ള ഷുഗർ ചിപ്സുകൾ ഇതുപോലെ മുകളിൽ വിതറി കൊടുക്കാവുന്നതാണ്. ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ള ഇൻഗ്രീഡിയൻസിന്റെ അളവുകളും ഉണ്ടാക്കുന്ന രീതിയും അതുപോലെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായി തന്നെ ഈ ക്രിസ്പിയായ പഫിയായ സ്നാക്സ് വളരെ എളുപ്പത്തിൽ വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇൻഗ്രീഡിയൻസിന്റെ ലിസ്റ്റും അളവുകളുമെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ പോയി ചെക്ക് ചെയ്യാവുന്നതാണ്. ഞാനിന്നിവിടെ ഉണ്ടാക്കിയ ഈ സ്നാക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എന്റെ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായാൽ എന്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും എനിക്ക് കമന്റുകളായി അയയ്ക്കുക. വീണ്ടും നല്ലൊരു വിഭവമായി അടുത്ത വീഡിയോയിൽ കാണാം. Eat healthy, stay healthy. Thanks for watching.